ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് നമുക്ക് പലപ്പോഴും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അവർ ഈ ഭരണഘടന അവർക്ക് ശരീഅത്ത് നിയമമാണ് അവരുടെ ഒരു ഇതെന്ന് പറയുന്നത്. ഭരണഘടനയെ അവർ പിന്നെ അംഗീകരിക്കില്ല. ഒരു വല്ലാത്ത രീതിയിലാണ് അവരുടെ പല പ്രസ്താവനകളും പോക്കും ഒക്കെ കണ്ടാൽ തോന്നി. ഇപ്പൊ സമസ്ത പോലും അവരെ തള്ളിപ്പറയുന്ന ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ പറയുകയാണ് ഈ ജയിക്കാനായി ഏത് വഴി പോകുന്ന നാറിയുടെയും ഊളയുടെയും സപ്പോർട്ട് ഞങ്ങൾ സ്വീകരിക്കും. വാക്ക് ഇങ്ങനെയല്ല അവർ ഉപയോഗിച്ചത്, പക്ഷേ കേട്ടോണ്ടിരിക്കുന്നവർക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഭരണഘടനയെ പോലും അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സംഘടനയുടെ സപ്പോർട്ട് ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ ഈ പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. മതേതര ജനാധിപത്യം ഏറ്റവും ഉയർത്തിപ്പിടിക്കുന്നതെന്ന് വാദിക്കുന്ന ഒരു പാർട്ടിയുടെ കേരളത്തിലെ വക്താക്കൾ ആണ് ഈ പറയുന്നത്. അതായത് അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി ആകും ഭരണം വന്നാൽ UDFൻ്റെ, അതാണല്ലോ ഇപ്പോൾ നമ്മൾ കാണാറുണ്ട്, ഈ ജാഥ ക്യാപ്റ്റന്മാർ ഈ ഇലക്ഷന് മുമ്പ് എല്ലാ പാർട്ടിയുടെയും ജാഥ നയിക്കുന്ന ക്യാപ്റ്റന്മാരായിരിക്കും പിന്നീട് മുഖ്യമന്ത്രിയായിട്ട് വരാൻ സാധ്യതയുള്ളൂ. കാരണം അവരാണ് അതിൻ്റെ ഇപ്പം പുതിയുഗ യാത്ര തുടങ്ങിയിട്ടുണ്ട്. പുതിയുഗ യാത്ര. അപ്പോൾ ഇന്നലെ അത് പുതിയുഗ യാത്രയുടെ ആദ്യത്തെ പ്രസംഗം തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ട്? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾ വാങ്ങിക്കും. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഒരു പക്ഷേ ഇന്ത്യക്ക് അകത്ത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്നാണ് പറയുന്നത്. ഇന്ത്യക്ക് പുറത്ത് തൊട്ടടുത്ത ബംഗ്ലാദേശിലും അല്ലെങ്കിൽ ഈ പല രാജ്യങ്ങളും, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾ, ഇത് പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട്. കാരണം ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ളിടത്തല്ലാത്ത പാകിസ്ഥാൻ ഉൾപ്പെടെ അല്ലാത്തടത്ത് നിരോധിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നത് ഇത് ഭീകര സംഘടനയാണ്. അതായത് ഇസ്ലാമിക രാജ്യം വരണം, ശരീഅത്ത് നിയമം വരണം. അതായത് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയെ അനുസരിക്കുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ താല്പര്യമില്ലാത്തവരും അല്ലെങ്കിൽ അത്തരത്തിൽ ഭരണഘടന ഉള്ളതുമായിട്ടുള്ള ഒരു സംഘടനയാണ്. ഇപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞു ഞങ്ങൾ ജനാധിപത്യ സ്വഭാവത്തോടു കൂടി പോകാൻ തയ്യാറാണ് എന്ന് സതീശൻ വിളിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പം മാധ്യമങ്ങളെടുത്ത് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന എടുക്കട്ടെ സതീശൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഇപ്പോഴും ഉണ്ടല്ലോ. അതിനകത്ത് ഭരണഘടനയ്ക്കകത്ത് അവർ ശരീഅത്ത് നിയമത്തെയല്ലേ അംഗീകരിക്കുന്നത്. അവരുടെ മെമ്പർഷിപ്പ് വേണമെങ്കിൽ ആ മെമ്പർഷിപ്പിനകത്ത് ഏകദൈവം, അതായത് ബഹുസുരതയൊന്നുമില്ല, ഏകദൈവം സിദ്ധാന്തം അനുശാസിക്കുന്ന അള്ളാഹു അല്ലാതെ ആരെയും അംഗീകരിക്കുന്ന ഒരവസ്ഥയില്ല, വണങ്ങുന്ന ഒരവസ്ഥയില്ല. ആ മാനസികാവസ്ഥ ഉള്ളവർക്ക് മാത്രം മെമ്പർഷിപ്പ് കൊടുത്താൽ മതി എന്നുണ്ട്. അതുപോലെ തന്നെ ജോലിയിൽ പോലും, സർക്കാർ ജോലിയിൽ, അതായത് ഈ ജോലി പ്രവേശിക്കുന്നവർ ഇതിനകത്ത് പാടില്ലെന്ന് പറയുന്നുണ്ട്. അതായത് കോടതി അംഗീകരിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. ഈ രീതിയിലേക്കുള്ള ഒരു സംഘടന പരസ്യമായിട്ട് പറയുന്ന ഒരു സംഘടന. ഒരുപക്ഷെ ധന്യാൻ തോന്നുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇതിൻ്റെ ഒരു നേതാവ് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ നിസ്കരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ മഹാരാജ്യത്ത് 5 നേരം ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ആയതുകൊണ്ട് ഞങ്ങളുടെ രീതി അനുസരിച്ച്, ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഇത് മുസ്ലിം രാജ്യമല്ല, അത്തരത്തിലൊരു രാജ്യത്ത് നിസ്കരിച്ചാൽ പുണ്യമാകത്തില്ല. അപ്പോൾ ഈ രാജ്യം ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പ്രാപ്തമായിട്ടുള്ളതാകണമെങ്കിൽ മറ്റു മതസ്ഥരുണ്ടാവാൻ പാടില്ല. ഇത് തന്നെയല്ലേ PFIക്കാരനും SDPIക്കാരനും പരസ്യമായിട്ട് പറഞ്ഞത്. 2047 അവൻ്റെ രാജ്യം കൊണ്ടുവരാൻ വേണ്ടി ജനാധിപത്യത്തെ അട്ടിമറിച്ച് കായികമായിട്ടാണെങ്കിൽ പോലും ആ രീതിയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞതല്ലേ. അവരെ നിരോധിച്ചിട്ടില്ലേ, അവരെ ഇപ്പോഴും മാന്തി എടുത്തുകൊണ്ടിരിക്കില്ലേ. അതിൻ്റെ വേറെ വേർഷനല്ലേ ഇത്? വേറെ വേർഷനല്ല, അതിനെക്കാട്ടിൽ കൂടിയായിട്ട്. ഇതിനകത്ത് നമ്മൾ വിചാരിക്കേണ്ടത് മത പ്രൊമോഷൻസ് അല്ലെങ്കിൽ മതമൂല്യങ്ങൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഉയർത്തിപ്പിടിക്കുന്നതും നമ്മൾ പലവട്ടം നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളതും അത് ശരിയല്ല, ഇത് ശരിയല്ല, അത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ്, അങ്ങനെ പാടില്ല എന്നൊക്കെ സമസ്തയുടെ കാര്യത്തിനകത്ത് പറയുമ്പോൾ ഒരു പ്രാവശ്യം ഒരു കുട്ടിക്ക് അവാർഡ് മേടിക്കുന്ന ഒരു ചടങ്ങ് വന്നപ്പം കുഞ്ഞിനെ കയറ്റി വിടേണ്ട അതിൻ്റെ മാതാവ് പറഞ്ഞു അതാണ് ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കർക്കശമായിട്ട് ചോദിച്ചു. പക്ഷേ അവരിന്നലെ പറഞ്ഞിരിക്കുന്നു, അവർ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ തിട്ടൂരം അനുസരിച്ച് പോയാൽ ഇവിടെ ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ട പാസ്സാവും, ഇവിടുത്തെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിച്ച് പോകാൻ പറ്റത്തില്ല. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിൽ അംഗീകരിച്ച് പോകുന്നതോ ഇന്ത്യയിൽ അംഗീകരിച്ച് പോകുന്നതിനോ സാധ്യമല്ല. കാരണം ഇവിടുത്തെ എല്ലാവിധ സംവിധാനങ്ങളെയും തകർക്കും. അതായത് സമസ്തയെന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ മത നിയമങ്ങൾ കർക്കശമായിട്ട് പാലിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്ന സമസ്ത ജമാഅത്തെ ഇസ്ലാമിയെപ്പറ്റി അങ്ങനെ പരസ്യമായിട്ട് പറയണമെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട ബോഡിയിൽ ഒരു പ്രമേയം പാസ്സാക്കണമെങ്കിലും
ഈ പറയുന്നത് പോലെ വലിയ അപകടകരമായിട്ടുള്ള പോക്കല്ലേ പോകുന്നത്. അപ്പോഴാണ് രമേശ് ചെന്നിത്തല പറയുന്നത്, സതീശൻ പറയുന്നത്, ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണം, സതീശനെ മുഖ്യമന്ത്രി ആക്കുന്നതിന് വേണ്ടി തയ്യാറാണെന്ന്, മതമാണ് പ്രശ്നം എന്ന് പറയുന്ന ഷാജി പറയുന്നു, ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറയുന്ന മാനസികാവസ്ഥ ആരുടെയാ? ജനാധിപത്യ സംവിധാനത്തിനകത്തുള്ളത്. എങ്ങനെ പിടിച്ചെടുക്കും? അവകാശങ്ങൾ പിടിച്ചു വാങ്ങും. അവകാശങ്ങൾ ആർക്കെങ്കിലും പിടിച്ചു വാങ്ങാനുള്ളതാണ്. ഇവർക്ക് എല്ലാ ജനവിഭാഗത്തിനും നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എല്ലാം ഒരേ അവകാശമുള്ളപ്പോൾ അവർക്ക് അവകാശങ്ങൾ പിടിച്ചു മേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിന് കഴിയുമെന്നാണല്ലോ പറയുന്നത്. അതെവിടെ ഇരുന്നാണ് പറയുന്നത്? മുസ്ലിം ലീഗ് ആണെങ്കിൽ പോലും ഞാൻ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ ചാനലിൽ നിന്ന് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. അതായത് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് പറയുന്നു, മതമാണ് പ്രശ്നം. ആ മതം തന്നെയാണ് ശരി, ആ പറയുന്നതാണ് ശരി, അതിൻ്റെ തിട്ടൂരമനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭരണം കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയാതെ പറയുന്നു സതീശൻ എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. കാരണം പരസ്യമായിട്ടാണ് പറയുന്നത്. ഒരു ഉളുപ്പുമില്ലാതെ ഇത്രയും ധൈര്യത്തോടു കൂടി സതീശൻ ഇത് പറയണമെങ്കിൽ, അല്ലെങ്കിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി, കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവർക്ക് 3 പേർക്കും തീരുമാനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനു മുമ്പ് പല ഇലക്ഷനുകൾ വരുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, ഒരുപക്ഷെ BJP പോലും ന്യൂനപക്ഷങ്ങളെ തള്ളിപ്പറയാത്ത ഒരവസ്ഥയുണ്ട്. കാരണം അവർക്ക് എല്ലാവർക്കും വോട്ടുണ്ട്. ഇവരുടെ എല്ലാം കൂടെ വോട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് കൂടി കിട്ടിയാൽ മാത്രമേ ജയിക്കത്തുള്ളൂ. ആ സമയത്താണല്ലോ ഇത്രയും വെല്ലുവിളിച്ച്, ഈ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ആരോടുള്ള വെല്ലുവിളിയാണ്? ഇയാൾ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, ഇയാൾ ഇവിടുത്തെ സമസ്തയുടെ മീറ്റിങ്ങിന് പോകുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ മീറ്റിങ്ങിന് പോകുന്നു, ക്രിസ്ത്യാനികളുടെ മീറ്റിംഗ് പോകുന്നു. കഴിഞ്ഞ ദിവസം കുംഭമേളയ്ക്ക് പോയ പുള്ളി, കുംഭമേളയ്ക്ക് ഇപ്പം പരസ്യമായിട്ട് പറയാതെ പറയുന്നു, ഞാൻ സതീശനാണ് പക്ഷെ ഞാൻ ഇസ്ലാമാണ്, അല്ലെങ്കിൽ ഞാൻ സതീശനാണ് ഞാൻ ജമാഅത്തെ ഇസ്ലാമിയാണ്, ഞാൻ സതീശനാണ് ഞാൻ ഈ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നവനാണ് എന്നുള്ള രീതിയിലേക്കുള്ളൊരു കാര്യം. അതായത് സമസ്ത പറയുന്നത് പോലും, അല്ലെങ്കിൽ അത്തരത്തിലൊരു മതസംഘടന വരെ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ പോക്ക് രാജ്യത്തെ ചെറുപ്പക്കാരുടെയും അല്ലെങ്കിൽ രാജ്യത്തെ മതേതരത്വ സ്വഭാവത്തെയും രാജ്യത്തെ ഭരണഘടനയും ബഹുസ്വരതയും ഒക്കെ വെല്ലുവിളിക്കുന്നതാണ്. അത് വലിയ വലിപ്പത്തിൽ പോകുന്നു. അവർക്കിടെ നിയന്ത്രണത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയാതെ പറയുന്നു UDF നിൽക്കുന്നു എന്നാണ് സമസ്ത ഇന്നലെ പറഞ്ഞത്. സമസ്ത ഇന്നലെ പറയുന്നതെന്ന് പറഞ്ഞാൽ UDFിൻ്റെ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രധാനപ്പെട്ട ക്യാപ്റ്റനായിട്ടുള്ള ആൾ ജമാഅത്തെ ഇസ്ലാമിയെ പലവട്ടം വെള്ളപൂശി പറയുമ്പോൾ ഏറ്റവും അവസാനം ഇന്നലെയും വെള്ളപൂശിയിരിക്കുന്നു. അല്ലെങ്കിൽ വോട്ട് സ്വീകരിക്കും, അവിടെ ഞങ്ങളെ കൂടെ നിർത്തും. ഒരുപക്ഷെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനകത്ത് നമ്മൾ കണ്ടല്ലോ, സതീശൻ കഴിഞ്ഞ ഇലക്ഷന് അല്ലെങ്കിൽ അൻവറിന്റെ വിഷയം വന്നപ്പോൾ ഇലക്ഷന് പരസ്യമായിട്ട് അൻവറിനെ തള്ളിപ്പറഞ്ഞില്ലേ? അൻവറിനെ ഇതിനകത്ത് കേട്ടത്തില്ലെന്ന് പറഞ്ഞില്ലേ? UDFിനകത്ത് വേണ്ടാന്ന് തീരുമാനിച്ചില്ലേ? എന്തുകൊണ്ടാണ് അൻവറിനെ കയറി കെട്ടിപ്പിടിച്ചത്? രാഹുൽ മാങ്കൂട്ടം പോട്ട്, അവൻ പലരെയും കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് പോട്ടെ, അയാൾ പോട്ട്, അതൊന്ന് പാർട്ടി അന്ന് ചോദ്യം ചെയ്തല്ലോ. രാഹുൽ മാങ്കൂട്ടം തള്ളി സതീശൻ പറഞ്ഞല്ലോ, ഈ അൻവറിനെ പോയി ഇപ്പൊ കെട്ടിപ്പിടിക്കാനുള്ള ചേതോപകാരം എന്താണ്? അൻവർ ഇല്ലെങ്കിൽ UDFിന് ജയിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടല്ലോ. അൻവറിനെ കെട്ടിപ്പിടിക്കണം, അൻവറിനെ കൂടെ നിർത്തണം, അൻവറിനെ കൂട്ടിയോജിപ്പിക്കണം എന്ന് പറഞ്ഞത് സമസ്തയാണെന്ന് ഇപ്പോൾ പറയുന്നു. സമസ്തയുടെ സ്ഥാനാർത്ഥിയാണ്, സമസ്തയല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയാണ് അൻവർ എന്ന് പറയുന്നു. അതുപോലെ കപ്പിലിക്കങ്കാട് ഒരുത്തൻ ഉണ്ടല്ലോ, ഇപ്പം ഹരിജൻ ഈ ആക്ടിവിസ്റ്റ്, അയാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് പറഞ്ഞില്ലേ മാവേലിക്കരങ്ങാണ്ട്. അതുപോലെ തന്നെ ഈ വേറെ ഇടത്ത്, അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് 4ഓളം സ്ഥാനാർത്ഥികൾ തന്നെ തീരുമാനിച്ചിരിക്കുന്നു, ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആയിട്ട്. മന്ത്രി ജയിച്ചു വന്നാൽ അൻവർ മന്ത്രിയാവുന്ന ഒരവസ്ഥ വരുന്നു. അതായത് ഇലക്ഷൻ മുമ്പേ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് UDFിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് സ്ഥാനാർത്ഥികൾ ഉണ്ടാവുന്നു. അവരുടെ അജണ്ടകൾ, തിട്ടൂരങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിലുടനീളം അവരുടെ വോട്ട് UDFിന് കൊടുക്കാമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട്. കാരണം ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഒരു സംഘടനയ്ക്കകത്ത് അവർക്ക് വോട്ട് എത്ര ശതമാനമെന്നുള്ളതല്ല, ഉള്ള വോട്ട് അവർ പറയുന്നിടത്ത് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. മനസ്സിലാവുന്നല്ലേ? തീവ്ര സ്വഭാവമുള്ളവരാണ്. അവർക്ക് എന്തിന്
അവർ കൂടിയിരുന്ന് ആലോചിച്ച് ഇന്നതിന് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ വോട്ട്, അപ്പം ഇത് ഷാജി പറയുന്നു ഞങ്ങൾ അധികാരത്തിൽ വരും, ഷാജി പറയുന്നു 9 കൊല്ലം കൊണ്ട് കിട്ടാത്ത പിടിച്ചു മേടിക്കും, ഷാജി പറയുന്നു ഞങ്ങൾക്ക് മതമാണ് പ്രശ്നമെന്ന് പറയുന്നു. അതേ അനുഭവത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളാതെ UDF മുന്നോട്ട് പോകുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുപിടിച്ചാൽ ഇവിടെ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പറ്റും എന്നുള്ള ഒരു ധിക്കാര മനോഭാവം ഉണ്ടല്ലോ, ബാക്കിയുള്ളവർ മനസ്സിലാക്കാതെ പോകുന്നു. കാരണം ഇതിനപ്പുറം അത്രയും തന്നെ വോട്ട് ഒരുപക്ഷെ ന്യൂനപക്ഷ ഏകീകരണത്തിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വരുന്നത് ആയിട്ടുള്ള പാർട്ടിയാണ് UDF. അപ്പോൾ അതിനകത്ത് ഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ന്യൂനപക്ഷത്തെ മാത്രം മതി, അതിനകത്ത് ന്യൂനപക്ഷത്തെ മാത്രം മതി എന്നുള്ള കാര്യമല്ല ഇപ്പോൾ വരുന്നത്. അതിനകത്ത് മുസ്ലിങ്ങളുടെ വോട്ട് മാത്രം മതി, അതും പ്രശ്നമുണ്ടാകും. മുസ്ലിങ്ങളുടെ വോട്ട് മാത്രമല്ല, സമസ്തയുടെ തിട്ടൂരം അംഗീകരിച്ചുകൊണ്ട് കിട്ടുന്ന മുസ്ലിം വോട്ടുകൾ മതിയെന്ന് പറയുമ്പോൾ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഇന്ത്യക്ക് അല്ലെങ്കിൽ കേരളത്തിനകത്തുള്ള ഏകീകരണം അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ട്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിന് പറയാൻ പറ്റുന്നത്? കാരണം അടുപ്പിച്ച് 10 കൊല്ലം അധികാരത്തിൽ വരാതിരിക്കുകയും അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് പോലും തുടച്ചു നീക്കപ്പെടാൻ സാധ്യതയുള്ള ഈ പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന UDF, ആ UDFന് അധികാരത്തിൽ വരുന്നതിന് പരസ്യമായിട്ട് മറ്റ് അത്രയും തന്നെ 50% വോട്ടുള്ള ഭൂരിപക്ഷ സമുദായത്തെ ഒക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അവരെയൊന്നും അംഗീകരിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർ ഈ നാട്ടിൽ വേണ്ട എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമായിട്ട് നിന്ന് സംസാരിക്കുമോ? കോൺഗ്രസ് നേതാക്കന്മാർ ക്യൂ ആയിട്ട് സംസാരിക്കുന്നല്ലോ. ഇപ്പോൾ സതീശൻ പരസ്യമായിട്ട് പറഞ്ഞു, ഏറ്റവും പരസ്യമായിട്ട് പറയുന്നത് സതീശനാണ്. കാരണം സതീശൻ പ്രതിപക്ഷ നേതാവാണ്. അജണ്ട ഏറ്റവും ഉറക്കെ പറയേണ്ടതും വെളിച്ചത്ത് കൊണ്ടുവരുന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ ഇതാണ് UDFന്റെ ഇലക്ഷൻ നയം എന്ന് പറയുന്നത് സതീശനാണ്. സതീശൻ കൃത്യമായിട്ട് പറയുന്നു. അതിൻ്റെ കൂടെ ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞില്ലേ, KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇവിടുത്തെ BJPയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി 50% വോട്ടുള്ള ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ വോട്ട് മതി, അവരതിന് തയ്യാറാവും. ഇൻഡയറക്റ്റ് ഈ കാര്യം തന്നെയല്ലേ പറഞ്ഞേക്കുന്നത്. അയാൾ അവിടെ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി ഇലക്ഷൻ പ്രചരണം നടത്തുന്നതും അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിൽ മത്സരിച്ചപ്പോഴും ഇവിടുത്തെ SDP-ക്കാൻ്റെ PF-ക്കാൻ്റെ നിലപാട് നമ്മൾ കണ്ടതല്ലേ. അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു. വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥ. ഈ അപകടകരമായിട്ടുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കുന്നതിന് ആക്കം കൂട്ടരുത് എന്ന് സമസ്ത ഉൾപ്പെടെ പറയുന്നു, അല്ലെങ്കിൽ അവർ പ്രമേയം അവതരിപ്പിക്കുന്നു. ഇത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ തിട്ടൂരം UDF അധികാരത്തിൽ വന്നാൽ ഇവിടെ നടപ്പാകും എന്നുള്ള കാര്യം ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പലവട്ടം ആലോചിക്കുമ്പോൾ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അത് അയാളെ അന്ന് വർഗീയവാദിയാക്കുന്നു, അയാളെ കുഴപ്പക്കാരനാക്കുന്നു, അയാളെ പ്രശ്നക്കാരനാക്കുന്നു, അയാൾ മതേതര ജനാധിപത്യം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ആളാക്കുന്നു. കാരണം പരസ്യമായിട്ട് ഈ കാര്യം പറയുമ്പോൾ അതങ്ങനെ ആയാൽ കുഴപ്പങ്ങളാണ് എന്ന് പറയാൻ ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നേതാവ് ഉണ്ടായത് വെള്ളാപ്പള്ളിയുള്ളൂ. വെള്ളാപ്പള്ളി എത്ര ക്രൂശിച്ചാലും ഇപ്പോൾ പഴയതുപോലെ പറയുന്നില്ലല്ലോ. വെള്ളാപ്പള്ളി വാ തുറക്കരുതെന്ന് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനപ്പുറം ഇപ്പം നമ്മൾ കാണും അപകടകരമായിട്ടുള്ളൊരവസ്ഥ. ജമാഅത്തെ ഇസ്ലാമി ആണ് ശരി എന്നൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇലക്ഷൻ സമയത്ത് പറയുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മതേതര ജനാധിപത്യ സംവിധാനത്തിൽ കൂടിയല്ല കോൺഗ്രസ് പോകുന്നതെന്ന് വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.